ശബരിമല തീർത്ഥാടനത്തിന് മുന്നോടിയായുള്ള എരുമേലിയിലെ വില ഏകീകരണം വൈകിപ്പിക്കാൻ നീക്കം. വില ഏകീകരണം ഈ വർഷം നടപ്പാക്കരുതെന്ന് എരുമേലി ജമാഅത്ത്. അയ്യപ്പന്മാരെ കൊള്ളയടിക്കാൻ അനുവദിക്കില്ലെന്ന് ശബരിമല അയ്യപ്പ സേവാ സമാജം. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചിരികയാണ്. മിഥുൻ, ജമാഅത്ത് എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? ശബരിമല അയ്യപ്പ സേവാ സമാജം എന്ത് നിലപാടാണ് ഇതിനകം വ്യക്തമാക്കി കഴിഞ്ഞത്? തീർച്ചയായിട്ടും പ്രധാനമായും എരുമേലിയിൽ അയ്യപ്പ ഭക്തന്മാർ ഭക്തി പുരസ്സരം നിർവഹിക്കുന്ന പേട്ടതുള്ളലിൽ ഈ പേട്ടതുള്ളലിൽ ഉപയോഗിക്കുന്ന കച്ച, അതുപോലെ തന്നെ വാൾ, ഗദ, ശരക്കോൽ മുതലായവയ്ക്കാണ് വലിയ രീതിയിൽ തോന്നുംപടി വില ഈടാക്കിയിരുന്നത് അവിടുത്തെ വ്യാപാരികൾ. അത് നിയന്ത്രിക്കണമെന്നും വില ഏകീകരിക്കണമെന്നും ഉള്ളത് ഹൈന്ദവ സംഘടനകളുടെ ആവശ്യമായിരുന്നു. ആ ആവശ്യം വർഷങ്ങളായി ഉന്നയിക്കുന്നതാണെങ്കിലും കഴിഞ്ഞ അവലോകന യോഗത്തിലാണ് ദേവസ്വം മന്ത്രി ഇത് അംഗീകരിക്കുകയും കോട്ടയം RDOയെ ഇതിനുവേണ്ടി ചുമതലപ്പെടുത്തുകയും ചെയ്തത്. കോട്ടയം RDO വിളിച്ചു ചേർത്ത യോഗത്തിൽ പക്ഷേ എരുമേലി ജമാഅത്ത് എതിർപ്പ് ഉന്നയിക്കുകയായിരുന്നു. പ്രധാനമായും ഇതിൽ കാണേണ്ടത് എരുമേലിയിലെ വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന കടകളെല്ലാം നിൽക്കുന്നത് ജമാഅത്തിന്റെ ഭൂമിയിലാണ്. അപ്പോൾ അതുകൊണ്ട് ജമാഅത്ത് ഈ വിഷയത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചതോടെ ഇപ്പോൾ വില ഏകീകരണം എന്ന് സംബന്ധിച്ച ചർച്ചകൾ വഴിമുട്ടിയിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. കാരണം കഴിഞ്ഞ ഈ വില ഏകീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർ ഉന്നയിക്കുന്ന തടസ്സവാദം എന്ന് പറയുന്നത് ഇതോടകം തന്നെ ഈ സ്ഥലങ്ങൾ എല്ലാം ലേലത്തിന് വലിയ തുകയ്ക്ക് പോയി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി വില ഏകീകരിച്ച് വില കുറയ്ക്കുകയാണെങ്കിൽ അത് കച്ചവടക്കാർക്ക് വലിയ കടബാധ്യതയുണ്ടാക്കും, വലിയ നഷ്ടം സംഭവിപ്പിക്കുന്ന ഇടയിലേക്ക് വരും. അതുകൊണ്ട് തന്നെ ഈ വർഷം ഈ വില ഏകീകരണം നടപ്പാക്കാതിരിക്കുക എന്നുള്ളതാണ് എരുമേലി ജമാഅത്ത് ഇപ്പോൾ ഉന്നയിക്കുന്ന കാര്യം. RDO വിളിച്ച യോഗത്തിൽ ഇവർ ഇക്കാര്യം ഉന്നയിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആദ്യ യോഗത്തിൽ വില ഏകീകരണം സംബന്ധിച്ച് യാതൊരു തീരുമാനമെടുക്കാതെ പിരിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. 5-ാം തീയതി, അതായത് നാളെയാണ് അടുത്തൊരു യോഗം ഇത് സംബന്ധിച്ച് വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഈ എതിർപ്പ് തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ ഏറെ ചിരകാലത്തെ ആവശ്യമായിരുന്ന അല്ലെങ്കിൽ കൊള്ളയടിയിൽ നിന്ന് മുക്തരാകുന്നതിന് വേണ്ടി ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്ന ഹൈന്ദവ സംഘടനകളുടെ പ്രവർത്തനം വിഫലമായി പോകും. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് അതിൻ്റെ ഇപ്പോൾ ജമാഅത്ത് ഉന്നയിക്കുന്ന ഒരു ആവശ്യം എന്ന് പറഞ്ഞ് ഈ വർഷം ഇത് നടപ്പാക്കാതെ അടുത്ത വർഷം മുതൽ മിഥുൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ആസൂത്രിതമായ ഒരു നീക്കമാണ് നടക്കുന്നത്. അതിപ്പോൾ എരുമേലിയിലെ വില ഏകീകരണത്തിൽ പോലും ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുന്നു. വില ഏകീകരണം ഈ വർഷം നടപ്പാക്കരുതെന്നുള്ള നിലപാട് ജമാഅത്ത് സ്വീകരിക്കുമ്പോൾ അയ്യപ്പന്മാരെ കൊള്ളയടിക്കാൻ യാതൊരു വിധത്തിലും അനുവദിക്കില്ല എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ശബരിമല അയ്യപ്പ സേവാ സമാജം മുന്നോട്ട് വയ്ക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും നാളെ നടക്കുന്ന യോഗത്തിലാണ് ഇനി ഒരു പ്രതീക്ഷ പറയുന്നത്. നാളെ ഈ കാര്യത്തിൽ വില ഏകീകരണ വിഷയത്തിൽ RDO വിളിച്ചു ചേർത്ത യോഗം നാളെ ചേരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തീരുമാനമാക്കാതെ പിരിഞ്ഞെങ്കിലും നാളെ വീണ്ടും യോഗം ചേർന്ന് ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കുക, അല്ലെങ്കിൽ നേരത്തെ ആവശ്യപ്പെട്ടതുപോലെ തന്നെ വില ഏകീകരിക്കണം എന്നുള്ള നിലപാടിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് ഹൈന്ദവ സംഘടനകളും അയ്യപ്പ സേവാ സമാജം പോലുള്ള സംഘടനകളെല്ലാം തന്നെ ആവർത്തിക്കുന്നത്. പ്രധാനമായും പറയുന്ന ഇക്കാര്യം തന്നെയാണ്. ഒരു എന്തിൻ്റെ പേരിലാണ് വൈകിപ്പിക്കുക എന്നുള്ളത്, എന്താണ് അതിന് ഉന്നയിക്കുന്ന അടിസ്ഥാനം? കച്ചവടക്കാർക്ക്, ലേലം കൈപ്പറ്റിയിട്ടുള്ള കച്ചവടക്കാർക്ക് നഷ്ടമുണ്ടാകുമെന്നുള്ള രീതിയിലാണ്. അത് നഷ്ടമല്ല, യഥാർത്ഥ വിലയേക്കാൾ കൊള്ളവില ഇതുവരെ ഈടാക്കിയിരുന്നു. ആ കൊള്ളവില ഈടാക്കാൻ ഒരു വർഷം കൂടി അവസരം നൽകൂ എന്നുള്ളതാണ് ജമാഅത്തിൻ്റെ ഈ ആവശ്യത്തെ നമ്മൾ കൃത്യമായി വിലയിരുത്തുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം ഈ ഒരു വർഷം കൂടി കൊള്ളയടിക്കാൻ അനുവദിക്കൂ എന്നുള്ള ഒരു ആവശ്യം അവർ ഉന്നയിക്കുന്നു എന്നുള്ളത് തന്നെ അതിനെ വഴങ്ങുകയാണെങ്കിൽ ആ കൊള്ളയടിക്ക് അവസരമുണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കൃത്യമായി പറയാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ ഈ വിഷയത്തിൽ ഹൈന്ദവ സംഘടനകൾ ഉറച്ച നിലപാടിലേക്ക് എത്തിക്കഴിഞ്ഞു. ഈ വില ഏകീകരണം എന്നുള്ള വിഷയത്തിൽ തീരുമാനമായിട്ടില്ലെങ്കിൽ അത് കൃത്യമായും ശക്തമായിട്ടുള്ള പ്രതിഷേധം എരുമേലിയിലും മറ്റിടങ്ങളിലെല്ലാം തന്നെ കൂട്ടായ പ്രതിഷേധങ്ങൾ ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തുനിന്നുണ്ടാകും. അയ്യപ്പന്മാരെ ഇനി ഒരു ദിവസം പോലും കൊള്ളയടിക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാട് തന്നെയാണ് ശബരിമല അയ്യപ്പ സേവാ സമാജവും മറ്റ് ഹൈന്ദവ സംഘടനകളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ നാളത്തെ തീരുമാനത്തിനനുസരിച്ച് ശക്തമായ പ്രതിഷേധത്തിനും ഇവർ പദ്ധതിയിടുന്നുണ്ട്. ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാകും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഏതായാലും വില ഏകീകരിക്കാനുള്ള നടപടിയിൽ നിന്ന് പിന്നോട്ട് പോവില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. മിഥുൻ അയ്യപ്പനാണ് വിശദാംശങ്ങൾ നൽകിയത്.